29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്നിവിടെ തിരശ്ശീല വീഴുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി ലോകം ഈ തലസ്ഥാന നഗരിയിൽ ഒരുമിച്ച് കൂടുകയായിരുന്നു. വിവിധ ലോകരാഷ്ട്രങ്ങളിലെ മനുഷ്യാവസ്ഥകളും ജനങ്ങൾ കടന്നു പോകുന്ന സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളും അടുത്തറിയാനും അവരുമായി മാനസികമായി ഐക്യപ്പെടാനും ഈ മേള സഹായിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ വിശദീകരിച്ചതുപോലെ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. 8 ദിവസങ്ങളിലായി ആകെ 427 പ്രദർശനങ്ങൾ നടത്തി. ഉദ്ഘാടന സമാപന ദിവസങ്ങൾ ഒഴികെയുള്ള റിസർവേഷൻ ഏർപ്പെടുത്തിയ ദിനങ്ങളിൽ 85,227 ബുക്കിങ്ങുകൾ നടന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും മികച്ച സിനിമകളാണ് ഈ മേളയിൽ അവതരിപ്പിച്ചത്. മുൻനിര ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. കൂടാതെ നിരവധി വൈവിധ്യമാർന്ന പാക്കേജുകൾക്ക് പുറമെ അന്താരാഷ്ട്ര മത്സര വിഭാഗവും ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ വിഭാഗങ്ങളും മികച്ച ദൃശ്യാനുഭവങ്ങൾ പകർന്നു നൽകിയെന്ന് തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിച്ച സിനിമകളുടെ മികവ് കൊണ്ടും എല്ലാം തികഞ്ഞ മേളയായിരുന്നു ഇത്. 15 തിയേറ്ററുകളായി നടന്ന മേളയിൽ 13,000-ഓളം ഡെലിഗേറ്റുകൾ പങ്കെടുത്തു. ഈ മേളയിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയുടെ പിന്നണി പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, അനുബന്ധ പരിപാടിയുടെ അതിഥികൾ, ഒഫീഷ്യൽ സ്പോൺസർമാർ എന്നുൾപ്പെടെ 15,000-ഓളം ആളുകളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിദേശത്തു നിന്നുൾപ്പെടെ 238 ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായി പങ്കെടുത്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള വൻ വിജയമായി എന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ മേളയുടെ ഭാഗമായി ഇൻ കോൺവെർസേഷൻ, ഓപ്പൺ ഫോറം, മീറ്റ് ദ ഡയറക്ടർ, എക്സിബിഷൻ, ഹോമേജ്, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, കേരള ഫിലിം മാർക്കറ്റ്, പാനൽ ഡിസ്കഷൻ തുടങ്ങിയ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ ദിവസങ്ങളെല്ലാം മാനവീയം വീഥിയിൽ എല്ലാ ദിവസവും മികച്ച സംഗീത പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് ചടങ്ങിൽ ഈയിടെ വിട്ടുപിരിഞ്ഞ എല്ലാ പ്രമുഖ വ്യക്തികളെയും ഓർത്തു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച 6 പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്യുകയുണ്ടായി. മേളയുടെ മറ്റൊരു പ്രത്യേകത മുൻവർഷങ്ങളിൽ വ്യത്യസ്തമായി അനശ്വര ചലച്ചിത്ര പ്രതിഭകളായ JC ദാനിയൽ, PK റോസി, സത്യൻ, പ്രേമനസീർ, നെയ്യാറ്റിൻകര കോമളം എന്നിവരുടെ സ്മൃതിമണ്ഡപങ്ങളിലും മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ അനശ്വര പ്രതിഭകൾ സ്മരണ തുടങ്ങുന്ന മേരിലാൻഡ് സ്റ്റുഡിയോയിലും ആദരവർപ്പിച്ച് ഒരു സ്മൃതി ദീപ പ്രയാണം നടത്തുകയുണ്ടായി. ഡിസംബർ 12 രാവിലെ നെയ്യാറ്റിൻകര നിന്ന് ആരംഭിച്ച് വൈകിട്ട് 7 മണിക്ക് മാനവീയം വീഥിയിലാണ് അത് അവസാനിച്ചത്. മലയാള സിനിമയുടെ ശൈശവദശ മുതൽ 80കളുടെ തുടക്കം വരെ തിരശ്ശീലയിൽ തിളങ്ങിയ 21 മുതിർന്ന നടിമാരെ ആദരിക്കുന്ന, അതും ഈ മേളയുടെ പ്രത്യേകതയായിരുന്നു, മറക്കിലൊരിക്കലും എന്ന ചടങ്ങും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ആ ചടങ്ങിൽ 21 പ്രമുഖ വ്യക്തികളാണ് പങ്കെടുത്തത്. 29ാമത് IFFK വൻ വിജയമാക്കിയ എല്ലാ പ്രതിനിധികൾക്കും, ചലച്ചിത്ര പ്രവർത്തകർക്കും, മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രതിസന്ധികളിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിന് കാരണം സാമ്പത്തികമായ പ്രയാസങ്ങൾ നമുക്കുണ്ടായി. ഞാൻ ആ കാര്യം ഇവിടെ പറയാൻ കാര്യം, തരേണ്ടവർ തരേണ്ട പണം തരേണ്ട സമയത്ത് കേരളത്തിന് നിഷേധിക്കപ്പെടുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കുകയല്ല കേരളം ചെയ്തത്. കേരളത്തിലെ എല്ലാ മലയാളിയും ഒറ്റക്കെട്ടായി കേരളത്തോടൊപ്പം അണിനിരന്നതിൻ്റെ ഫലമായി അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് കാര്യത്തിൽ സംശയമില്ല. അതിൽ ഞങ്ങൾക്ക് നേതൃത്വപരമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു പരിപാടി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും അതിൻ്റെ സമാപന ചടങ്ങിലും ഇതിൻ്റെ എല്ലാ സന്ദർഭങ്ങളും ഉപദേശം നൽകിയെന്ന് മാത്രമല്ല, ഈ മേള പ്രത്യേകിച്ച് 29ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഫെസ്റ്റിവലായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ ആദ്യം മുതൽ അവസാനം വരെ അതിനെല്ലാ നേതൃത്വപരമായ പങ്കുവഹിച്ച ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാറും അജോയ് അടക്കമുള്ള ടീം, അവരോട് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വനിതകളെ ആദരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ചടങ്ങിൽ. അത് പറയാതെ പോകാൻ കഴിയില്ല.
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരെ ഇവിടെ എത്തിച്ച് ആ പരിപാടി ഏറ്റവും ഭംഗിയാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി, അതുപോലെ തന്നെ കൽപ്പന, കുക്കു പരമേശ്വരൻ, ഈ 3 പേരോടുള്ള നന്ദി കൂടി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബാക്കി മേനക, ഇവർ 3 പേരെ പ്രത്യേകം ഞാൻ ഇവിടെ നന്ദി അറിയിക്കുകയാണ്. ബാക്കി എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഈ മേള ഒരു പരിഭവമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ വിജയകരമാക്കിയത് ഈ മേളയിൽ സഹകരിച്ച കേരളത്തിലെ സിനിമാ രംഗത്തെ എല്ലാ നല്ലവരായ വ്യക്തിത്വങ്ങളാണ്. അവരോടെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പിനുമുള്ള സ്നേഹവും നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.